മഹാരാഷ്ട്രയിൽ നിന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത വരുന്നു. ഒരു 52-കാരനെ നടു റോഡിൽ വെട്ടിക്കൊന്നു എന്ന വാർത്തയാണ് വരുന്നത്. താനെയിലെ മുർബ താലൂക്കിലാണ് ഈ സംഭവം നടന്നത്. ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശ്രീനാഥ്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? എന്തായിരുന്നു, എപ്പോഴാണ് എക്സാക്ട്ലി സംഭവിച്ചത്? പറയും. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. രാമചന്ദ്ര ബിർഹഡെ എന്ന 52-കാരനാണ് അതിദാരുണമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നത്. ഇയാൾക്ക് ഗണേഷ് ബോപ്പി എന്നൊരാളുമായി തർക്കമുണ്ടായിരുന്നു എന്നതാണ് ഗ്രാമവാസികൾ പറയുന്നത്. മുർബാദിലാണ് ഈ സംഭവം, അതായത് താനെയിൽ തന്നെയുള്ള ഒരു താലൂക്കാണ്, അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഗണേഷുമായുള്ള തർക്കം വളരെ നാളുകളായി ഉണ്ടായിരുന്നു. എന്താണ് തർക്കം എന്നതിനെ കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ ഒരു കൃത്യമായ ഒരു ഉത്തരം പോലീസ് നൽകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി വരാനുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഏതായാലും രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ കവലയിലേക്ക്, അവിടെ ഒരു സ്ക്വയർ ഉണ്ട്, അവിടേക്ക് എത്തി അവിടെ റിക്ഷാ സ്റ്റാൻഡിന് സമീപം ഇരിക്കുകയായിരുന്നു. അതിനിടെ ഗണേഷ് ബോപ്പി അങ്ങോട്ടേക്ക് വരികയും അവർ തമ്മിൽ തർക്കമുണ്ടാവുകയും ഗണേഷിനൊപ്പം 4 പേർ വേറെയും ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. മഴ ഉപയോഗിച്ച് രാമചന്ദ്രനെ പലതവണ വെട്ടി വീഴ്ത്തുകയായിരുന്നു. അടുത്തേക്ക് ആളുകൾക്ക് വരാൻ പോലും ആ ഘട്ടത്തിൽ ഒരു ഭയാനകരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ആ സമയത്ത് ആളുകൾക്ക് അതിൽ ഇടപെടാനൊന്നും കഴിഞ്ഞില്ല. ഇയാളെ വെട്ടി ഏതാണ്ട് കൊന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവിടെ നിന്ന് ഗണേഷ് ബോപ്പി രക്ഷപ്പെടുകയും ചെയ്തു. ഇയാളെ മുഖ്യപ്രതിയെ പോലീസ് ഇതിനോടകം തന്നെ പിടികൂടിയിട്ടുണ്ട്. ഒപ്പം ഉണ്ടായിരുന്ന 4 പേരെ കുറിച്ച് സൂചനകളുണ്ട്. അവരെ കൂടി പിടികൂടാനുള്ള ശ്രമമാണ്. എന്നാൽ മാത്രമേ കൃത്യമായി എന്തായിരുന്നു പെട്ടെന്നുള്ള പ്രകോപനം, മാത്രമല്ല ദീർഘകാലമായി ഇവർക്കിടയിൽ എന്തായിരുന്നു തർക്കം, ഇത്ര വലിയ തരത്തിൽ ഒരു കൊലപാതകം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള എന്ത് പ്രകോപനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കറിയില്ല മനുഷ്യൻ എത്രമാത്രം ഹിംസയിൽ താല്പര്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നു എന്നതാണ് നേര്.